ആരി വർക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടുന്നില്ലല്ലേ? എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണല്ലേ? നമ്മളൊരു ആരി വർക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹം എന്താണ്? വലിയൊരു ബ്ലൗസൊക്കെ വലിയ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുക്കണം. എൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. നമ്മളും പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് സ്പീഡ് കൂട്ടേണ്ടതെന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നാലോ? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രെഡ് നീഡിൽ. ഞാൻ ഐശ്വര്യയാണ്. നമ്മൾ ആരി വർക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. ഇന്നേക്ക് 4 ദിവസത്തെ വീഡിയോകൾ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ടിപ്സും ട്രിക്സും എനിക്ക് ചെയ്ത് നോക്കിയപ്പം വ്യത്യാസം തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് എനിക്ക് തോന്നിയതേ. കുറച്ച് സ്പീഡ് കൂട്ടാനായിട്ട് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കറിയാം, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വ്യത്യാസം തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചേഞ്ചസ് വരുത്തിയ കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെ മെറ്റീരിയൽ റിങ്ങിനകത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കുക. ഒട്ടും ലൂസ് ഉണ്ടാവരുത്, ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. ലൂസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുത്തിയെടുക്കുമ്പം മെറ്റീരിയലിൻ്റെ നൂലും കൂടെ നമുക്ക് മുകളിലേക്ക് കയറി വരുന്ന പ്രശ്നം വരുന്നത്. മെറ്റീരിയൽ ഒട്ടും ടൈറ്റ് ആവാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം മെറ്റീരിയൽ നല്ലപോലെ ടൈറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഗിത്താറൊക്കെ സ്ട്രിങ് സൗണ്ട് നോക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നമ്മുടെ മെറ്റീരിയൽ റിങ്ങിനകത്ത് ഇട്ടതിന് ശേഷം ഒന്ന് തട്ടി നോക്കുക. ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ മനസ്സിലാവും കറക്റ്റാണ് വെച്ചേക്കുന്നത്. ഇല്ല, ലൂസാണെങ്കിൽ ആ സൗണ്ട് എന്തായാലും വരത്തില്ല. അപ്പം ടിപ്പ് നമ്പർ 1 ആണ് മെറ്റീരിയൽ കറക്റ്റ് ടൈറ്റായിട്ട് വെക്കുക. ടിപ്പ് നമ്പർ 2 എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നൂലും നമ്മുടെ നീഡിലും ലൂസായിട്ട് പിടിക്കുക. ഒട്ടും ടൈറ്റ് ആക്കരുത്. പ്രത്യേകിച്ച് നൂല് ഒട്ടും ടൈറ്റാക്കാൻ പാടില്ല. ടൈറ്റാക്കി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പൊങ്ങി വരത്തില്ല. നമ്മൾ കുത്തി മുകളിലേക്ക് നൂലെടുക്കുമ്പോൾ ഒട്ടും മുകളിലേക്ക് പൊങ്ങി വരത്തില്ല. അതുപോലെ അതിന് മുന്നേ ഉള്ള സ്റ്റിച്ച് ഊരി പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് നൂല് നമ്മൾ ടൈറ്റാക്കി പിടിച്ചാൽ. അപ്പോൾ നൂല് ടൈറ്റ് ആകുമ്പോൾ നീഡിൽ ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവും. മുകളിലേക്ക് പൊക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ഈ വീഡിയോ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ പിന്നീടാണ് എനിക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യാസം വരുത്തി. പിന്നെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ചേഞ്ചസ് വരുത്തിയതെന്ന്. അപ്പോൾ 2 ടിപ്സും മനസ്സിലായല്ലോ. തുണി നല്ല ടൈറ്റാക്കി വെക്കുക, നീഡിൽ ലൂസാക്കി പിടിക്കുക. 3ാമത്തെ ടിപ്പ്, ആരി വർക്ക് ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. സാധാരണ നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും നമുക്കൊരു ടെൻഡൻസി വരുന്ന സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഞാനും അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ ഷോർട്സിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ മുകളിൽ നിന്ന് താഴേക്കോ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നീഡിൽ തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മുകളിൽ നിന്ന് താഴേക്കാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ, നമുക്ക് ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ളൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നല്ല ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യുമ്പോൾ, ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ 3 ടിപ്സ് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ആദ്യം ഞാൻ ചെയ്ത് തുടങ്ങിയതിനെക്കാട്ടിയും കുറേയും കൂടെ ഫ്രീ ആയിട്ട് ആ നൂല് താഴ്ന്ന് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കിപ്പോഴും ഉണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ വ്യത്യാസങ്ങൾ വരത്തുള്ളൂ. കുറേയും കൂടെ സ്പീഡ് കൂട്ടണമെങ്കിലും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് ഉള്ളതാണ്. അതൊന്നും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതിപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയ ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഞാൻ ചിലപ്പോൾ ഓർത്തൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡുകൾ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കത്തില്ല. നിങ്ങൾക്ക് പഠിപ്പിച്ച് തരത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനും ചെയ്ത് തുടങ്ങിയത് കൊണ്ട് ഞാൻ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഞാൻ വരുത്തി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. 3 ടിപ്സ്: 1 തുണി ടൈറ്റാക്കി വെക്കുക, 2 നീഡിലും ത്രെഡും എപ്പോഴും ലൂസാക്കി വെക്കുക, 4 മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ 4ാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കി, ഇപ്പം വർക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും ആ നീഡിൽ എപ്പോഴും നിങ്ങൾ കയ്യിൽ വെച്ച് ഒന്ന് എക്സസൈസ് ചെയ്യുക.
ഒന്ന് തിരിക്കാനും കൈ വഴക്കം വരാനും ഒക്കെ ഒന്ന് തിരിച്ച് പഠിക്കുക. നമ്മൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും തിരിച്ച് പഠിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ നീഡിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു വഴക്കം വരും ചെയ്ത് നോക്കുമ്പം. ഡെയിലി വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിപ്പോൾ നിങ്ങൾക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ നീഡിലെങ്കിലും നമ്മളെടുത്ത് കയ്യിലൊന്ന് തിരിച്ച് നോക്കുക. അപ്പോൾ നമുക്കതൊരു വഴക്കം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കയ്യും തെന്നിപ്പോയും തിരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ടുലിപ്പ് നീഡിലായിരിക്കും നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അന്നേരം ടുലിപ്പ് നീഡിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിക്കാൻ. കാരണം അതൊരു കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ലപോലെ എക്സ്പേർട്ടായിട്ടുള്ള ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ പറയുന്നത് അയൺ നീഡിൽ തന്നെ ചെയ്ത് നോക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിലപ്പം കിട്ടുന്നത് ടുലിപ്പ് നീഡിലായിരിക്കും, അതിലായിരിക്കും ചെയ്ത് തുടങ്ങുന്നത്. ഞാനും ടുലിപ്പ് നീഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ വൈൻഡ് ചെയ്ത് വെച്ച നീഡിലിൻ്റെ അറ്റം നമുക്ക് പിടിക്കുന്ന ഭാഗത്ത് ത്രെഡ് എന്തെങ്കിലും വൈൻഡ് ചെയ്ത് വെക്കാമെങ്കിൽ അതും നല്ലതാണ്. ഓക്കെ. അതുപോലെ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തുണിയിൽ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതായത് കൈയൊക്കെ ഒരുപാടങ്ങ് ഫ്രെയിമിലേക്ക് ബലം കൊടുക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത്രെഡും നീഡിലും ലൂസായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അധികം ഫ്രെയിമിലേക്ക് ബലം കൊടുക്കാതെ കുറച്ച് എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ട് ഇരുന്ന് കുറച്ചൊന്ന് കൈ ലൂസാക്കി പിടിക്കാനും അല്ലെങ്കിൽ കൈ കുറച്ചൊന്ന് പൊക്കി പിടിക്കാനും തോളും നടുവൊന്നും വേദന എടുക്കാത്ത രീതിയിൽ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ 6ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് നേരം ചെയ്തു അല്ലെങ്കിൽ കൈ വേദന എടുക്കുന്നു, മടുക്കുന്നു, അവിടെ നിർത്തിയേക്കുക, പിന്നെ ചെയ്യാനിരിക്കരുത്. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങളൊന്ന് ഫ്രീ ആവുക, കുറച്ചൊന്ന് എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഒരു ഫ്രഷനപ്പായിട്ട് തോന്നും. നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ലേ? മടുപ്പ് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, എംബ്രോയിഡറി ആയിക്കോട്ടെ, എംബ്രോയിഡറിയിലാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ നമുക്കൊരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വേദനയാണ്, എനിക്ക് പറ്റത്തില്ല, ഞാൻ നിർത്തുക എന്നൊരു തോന്നൽ വരും. ആ തോന്നൽ വരാതിരിക്കുക നിങ്ങൾ അന്നേരം നിർത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒന്നേം ചെയ്യുക. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഡെയിലി ഒരു 10 മിനിറ്റ് ചെയ്താലും മതി. അധികം നിങ്ങൾ സ്ട്രെയിൻ എടുക്കാൻ നിൽക്കരുത്. ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവർ അതൊരു മെയിൻ ടിപ്പാണ് കേട്ടോ. ഒട്ടും സ്ട്രെയിൻ എടുക്കാൻ നിൽക്കരുത്. 5-10 മിനിറ്റ് നിങ്ങൾ ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു 10 മിനിറ്റ് ചെയ്യുക. ചെയ്ത് വരും തോറും 1 ആഴ്ച 2 ആഴ്ച കഴിയും തോറും നിങ്ങൾക്ക് ആ ടൈം കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വഴക്കം വരും ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരു ബോണസ് ടിപ്പ് അവസാനമായിട്ട് ഞാൻ പറയുകയാണ്. ഏറ്റവും മെയിൻ കാര്യം, ഞാൻ ചേഞ്ചസ് വരുത്തിയ ഒരു മെയിൻ കാര്യം നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നോർമൽ സ്പീഡിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അത്യാവശ്യം ഫ്രീ ആയിട്ട് ആ നൂല് താഴ്ന്ന് കയറി വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ട് ചെയ്തെടുക്കുമ്പോൾ, അവിടെ ഇവിടെയൊക്കെ നൂല് വിട്ടു പോകുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് ആ നൂല് താഴ്ന്ന് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറച്ച് സ്റ്റിച്ചെങ്കിലും ഞാൻ ചെയ്തപ്പോൾ കാണുമ്പോൾ തോന്നുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് പറയട്ടെ. നമ്മൾ ആദ്യം നൂല് എങ്ങനെയാണ് പിടിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും പിടിക്കുന്നത് അല്ലേ? അറ്റം നമ്മുടെ നടുവിരലിലും തള്ളവിരലിലും പിടിച്ചിട്ട് നൂല് ചൂണ്ടുവിരലിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യം കുത്തിയെടുക്കുന്നത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യും? നൂല് 2 വിരൽ ചൂണ്ടുവിരലും തള്ളവിരലും പിടിച്ചിട്ട് ഇങ്ങനെ നീഡിലിൻ്റെ ചുറ്റിനും നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കും. അങ്ങനെയല്ലേ സാധാരണ ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചുറ്റി കൊടുക്കാതെ അങ്ങനെ തന്നെ നൂല് ആദ്യം എങ്ങനെയാണോ കയ്യിൽ പിടിക്കുന്നത്, ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണോ ആദ്യം നമ്മൾ തുടക്കത്തിൽ പിടിക്കുന്നത് അങ്ങനെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ആ നൂല് വിടരുത്. ഈ 3 വിരൽ കൊണ്ട് തന്നെ നൂല് കണ്ടിന്യൂ ചെയ്ത് പിടിച്ചു പോവുക. ഇപ്പം ഞാൻ പിടിക്കുന്ന കണ്ടില്ലേ, നൂല് താഴോട്ട് പോയാലും അങ്ങനെ തന്നെ പിടിക്കുക. ആ നീഡിൽ ഞാൻ എവിടെയാണ് കുത്തുന്നത്? ചൂണ്ടുവിരലിലായിരിക്കും നമ്മുടെ നീഡിൽ കുത്തിയെടുക്കുന്നത്. ചൂണ്ടുവിരലിലിരിക്കുന്ന നൂലായിരിക്കും ഞാൻ കുത്തിയെടുക്കുന്നത്. അതുപോലെ നീഡിൽ എങ്ങോട്ടാണോ തിരിയുന്നത് നമ്മുടെ കൈയും അങ്ങോട്ട് തിരിക്കുക. ആ നൂല് അതിപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ചുറ്റിയെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു വായഭാഗം, നീഡിലിൻ്റെ വായഭാഗം എവിടെയാണോ അങ്ങോട്ട് നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്യുക, അടിയിലത്തെ കൈയും. എന്നിട്ട് ഈ നൂല് ഇങ്ങനെ വിടാതിരിക്കുക. ആ 3 വിരൽ കൊണ്ട് തന്നെ നൂല് പിടിച്ച് നീഡിൽ ത്രെഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നൂല് നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചും
പിന്നീട് എടുക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ നൂലും നല്ല ലൂസായിരിക്കും, ഒട്ടും വലിയത്തില്ല. അപ്പോൾ അത് കറക്റ്റ് നല്ല ലൂസായിട്ട് പൊങ്ങി പൊങ്ങി വരും, ടൈറ്റ് ഒരിക്കലും ഉണ്ടാവത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ ചുറ്റി ഒരു 2 വിരലും കൊണ്ട് ചുറ്റി കൊടുക്കുമ്പോൾ നൂല് ടൈറ്റ് വരും. നമ്മൾ ചുറ്റി കൊടുക്കും, ചിലപ്പോൾ ആ നീഡിലിൻ്റെ അറ്റത്ത് കൊളുത്തിയിലാന്ന് വരും, അല്ലെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ അത് ഊരിപ്പോവുക, അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ കുത്തി വെച്ചിരുന്ന ആ ഒരു ത്രെഡ് ലൂസ് അങ്ങ് ടൈറ്റായി പോവുക, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മാറിക്കിട്ടും. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം പേരും നൂല് അടിയിൽ ഇങ്ങനെ 2 വിരലും കൊണ്ട് ചുറ്റി കൊടുക്കാറായിരിക്കും പതിവ്. ഞാനും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു മാറ്റം വരുത്തിയത്. ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് തന്നെ. ഇങ്ങനൊരു മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നിയ കാര്യം ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് തോന്നിയത്. കാരണം ആദ്യമായിട്ട് ആര്യ വർക്ക് പഠിക്കുന്നവർക്ക് ഇങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ ഇതിങ്ങനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞാനും പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റി, എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് ആ നൂലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഇങ്ങനെ നൂലൊന്ന് ഫ്രീ ആയിട്ട് ഈ 3 വിരലും കൊണ്ട് തന്നെ പിന്നീടും നൂല് പിടിക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന്. നല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ, ചെയ്യുന്നവർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും മുന്നോട്ട്. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ആര്യ ക്ലാസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി ഷോർട്സ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലോങ് വീഡിയോ ഇത് ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ പുതിയ സ്റ്റിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോളുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പഠിക്കാം ആര്യ വർക്ക്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.